ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൃഷ്ണമാർഗ്ഗ 20-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. അതിനു മുമ്പ് നമുക്ക് അർദ്ധപ്രഹരൻ്റെ സ്ഫുടവും കാലസ്ഫുടവും ഗണിക്കാൻ പഠിക്കാം. 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ശുക്രൻ ഓരോ രാശികളിലും അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളോട് കൂടി നിന്നാലുള്ള ഭാര്യയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിലാണ് പറഞ്ഞിട്ടുള്ളത്, ശുക്രൻ അർദ്ധപ്രഹാരനോട് കൂടി നിന്നാൽ ഭാര്യ സാവധാനമായി മരിക്കുമെന്നും, അതേപോലെ തന്നെ കാലിനോട് കൂടി നിന്നാൽ പെട്ടെന്ന് മരിക്കുമെന്നും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അർദ്ധപ്രഹാരൻ്റെ സ്ഫുടം എങ്ങനെ കാണുന്നു നോക്കാം. വന്ദ്യാശ്ചന്ദ്ര സ്തനുർദിവ്യോ നാഗോ നിത്യം രുരുക്രമാൽ അർദ്ധപ്രഹാരഘടികാ വേദ്യ സൂര്യാദിവാരത എന്ന പ്രമാണപ്രകാരം പകൽ സമയത്തേക്ക് ഞായറാഴ്ച 14 നാഴികയ്ക്കും, തിങ്കളാഴ്ച 26 നാഴികയ്ക്കും, ചൊവ്വാഴ്ച 6 നാഴികയ്ക്കും, ബുധനാഴ്ച 18 നാഴികയ്ക്കും, വ്യാഴാഴ്ച 30 നാഴികയ്ക്കും, വെള്ളിയാഴ്ച 10 നാഴികയ്ക്കും, ശനിയാഴ്ച 22 നാഴികയ്ക്കും അർദ്ധപ്രഹരൻ്റെ ഉദയകാലമാണ്. രാത്രികാലത്തേക്ക് ഗുളികനെ പോലെ 5-ാമത്തെ ആഴ്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള നാഴിക കണക്കാക്കിക്കൊള്ളണം. ദിനരാത്ര ഭേദമനുസരിച്ച് ഈ നാഴികയ്ക്ക് ഏറ്റക്കുറവ് സംഭവിക്കും. ത്രൈരാശികം ചെയ്ത് നാഴിക സൂക്ഷ്മപ്പെടുത്തണം. ഗുളികസ്ഫുടം ഉണ്ടാക്കുന്നത് പോലെ അർദ്ധപ്രഹാര സ്ഫുടവും ഉണ്ടാക്കിക്കൊള്ളണം. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഗുളികസ്ഫുടം കാണാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അർദ്ധപ്രഹരൻ്റെ സ്ഫുടവും കാണുന്നത്. ഇതിൽ ദിനരാത്രങ്ങളുടെ ത്രൈരാശികം ചെയ്ത് നാഴിക സൂക്ഷ്മപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ നാഴികയിൽ അർദ്ധപ്രഹരൻ്റെ ഉദയം ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച പകൽ 18 നാഴികയ്ക്കാണ് അർദ്ധപ്രഹരൻ്റെ ഉദയം വരുന്നത്. ഈ 18 നാഴിക എന്നുള്ളത് പകലും രാത്രിയും ഒരേ നാഴിക എന്ന് വെച്ചാൽ 30 നാഴികയുള്ളപ്പോഴാണ് ഈ ബുധനാഴ്ച 18 നാഴികയ്ക്ക് അർദ്ധപ്രഹരൻ ഉദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് തുല്യമായിട്ടുള്ള പകലും രാത്രിയും കിട്ടില്ല. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പകലിൻ്റെ അളവ് ദിനമാനം എന്ന് പറയും. പകലിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്തമയ സമയത്തു നിന്ന് ഉദയം കുറയ്ക്കുക. സൂര്യോദയം കുറച്ച് കഴിഞ്ഞാൽ പകലിൻ്റെ അളവ് കിട്ടും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ പകൽ എപ്പോഴാണ് ഈ അർദ്ധപ്രഹരൻ കറക്റ്റായിട്ട് ഉദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ രാത്രിയിലും പിറ്റേ ദിവസത്തെ സൂര്യോദയത്തിൽ നിന്ന് തലേ ദിവസത്തെ അസ്തമയം കുറച്ച് കഴിഞ്ഞാലുള്ളത് രാത്രിമാനം, രാത്രിയുടെ അളവ്. അതിനനുസരിച്ചിട്ടാണ് രാത്രിയിലുള്ള അർദ്ധപ്രഹരൻ്റെ ഉദയം കണക്കാക്കേണ്ടത്. അപ്പോൾ ഞായറാഴ്ച 14 നാഴികയാണ് പകൽ ഉദിക്കുക. അപ്പോൾ രാത്രി ഉദിക്കുന്ന എപ്പോഴാണ്? 5-ാമത്തെ ദിവസം, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. വ്യാഴത്തിൻ്റെ ദിവസത്തിലുള്ള നാഴിക, അതായത് 30 നാഴിക. അപ്പോൾ ഞായറാഴ്ച 14 നാഴിക അർദ്ധപ്രഹരൻ കാലത്ത് ഉദിക്കുമ്പോൾ രാത്രി 30 നാഴികയിലാണ് ഉദിക്കുക. അതേപോലെ തന്നെ തിങ്കളാഴ്ച 26 നാഴികയ്ക്ക് പകൽ ഉദിക്കുമ്പോൾ 10 നാഴികയ്ക്ക് രാത്രി ഉദിക്കും. അപ്പോൾ രാത്രിയും പകലുള്ള അർദ്ധപ്രഹരൻ്റെ ഉദയം എപ്പോഴാണെന്ന് മനസ്സിലായി. പിന്നീട് ഈ ദിനമാനം, രാത്രിമാനം, ആ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ നാഴിക സൂക്ഷ്മപ്പെടുത്തേണ്ടത്. പിന്നീട് ഗുളികസ്ഫുടം എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ തന്നെ അർദ്ധപ്രഹര സ്ഫുടവും ഉണ്ടാക്കിക്കൊള്ളണം. ഇങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഗണിതം ഇട്ടിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. കാലസ്ഫുടം. നാഗപ്രാജ്ഞോ രുരുപ്രാജ്ഞസ്തനുർവന്ദ്യ
സ്തനുരവേ കാലനാഢ്യാസ്തു വിജ്ഞേയാദിന പഞ്ചമവന്നിഷി എന്ന പ്രമാണപ്രകാരമനുസരിച്ച് ഞായറാഴ്ച പകൽ 30 നാഴികയ്ക്കും തിങ്കളാഴ്ച 2 നാഴികയ്ക്കും ചൊവ്വാഴ്ച 22 നാഴികയ്ക്കും ബുധനാഴ്ച 2 നാഴികയ്ക്കും വ്യാഴാഴ്ച 6 നാഴികയ്ക്കും വെള്ളിയാഴ്ച 14 നാഴികയ്ക്കും ശനിയാഴ്ച 6 നാഴികയ്ക്കും കാലൻ്റെ ഉദയകാലമാണ്. രാത്രി സമയത്തേക്ക് 5-ാമത്തെ ആഴ്ച കണക്കാക്കണം. മുൻ പറഞ്ഞതുപോലെ തന്നെ സ്ഫുടവും വരുത്തിക്കൊള്ളണം. അപ്പോൾ ഇതിൽ കാലൻ്റെ ഉദയം എങ്ങനെയാണ് പറഞ്ഞത്? ഞായറാഴ്ച പകൽ 30 നാഴിക, രാത്രിയാവുമ്പോൾ വ്യാഴാഴ്ച 6 നാഴികയ്ക്ക് 5-ാമത്തെ ദിവസം. ഇതേപോലെ തന്നെ അർദ്ധപ്രഹരൻ്റെ ഇതുപോലെ തന്നെ അതേപോലെ തന്നെ ഗുളിക സ്ഫുടം എങ്ങനെ കാണുന്നത് അതിനനുസരിച്ച് തന്നെയാണ് ഇതും വരുന്നത്. അതിൽ നാഴികയിൽ മാത്രം ഉദിക്കുന്ന നാഴികയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞായറാഴ്ച പകൽ 30 നാഴിക, തിങ്കളാഴ്ച 2 നാഴിക, ചൊവ്വാഴ്ച 22 നാഴിക, ബുധനാഴ്ച 2 നാഴിക, വ്യാഴാഴ്ച 6 നാഴിക, വെള്ളിയാഴ്ച 14 നാഴിക, ശനിയാഴ്ച 6 നാഴികയ്ക്ക് കാലൻ്റെ ഉദയകാലമാണ്. രാത്രി ഇപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ 5-ാമത്തെ ദിവസം വെച്ചാൽ വ്യാഴാഴ്ച ഏതാണ് വരുന്നത്? രാത്രി 6 നാഴിക. അപ്പോൾ ഞായറാഴ്ച ദിവസം പകൽ 30 നാഴികയ്ക്ക് പകലുദിക്കും, രാത്രി 6 നാഴികയ്ക്ക് കാലൻ്റെ ഉദയം വരും. അതേപോലെ കണക്കാക്കണം എന്നാണ് കാലൻ്റെ സ്ഫുടം എങ്ങനെ കണക്കാക്കണമെന്ന് പറയുന്നത്. ഇനി 19-ാമത്തെ ശ്ലോകം. സൂര്യാദ്യക്ഷയുതേ സിതാസ്ഥഭവനെ സ്വീയാഷ്ടവർഗേ തദ്യാക്ഷോൽഭൃതാ വനിതാ ക്രമാദസു സമാ ജ്ഞേയാ മനോവല്ലഭ സൽക്കർമാനുഗുണാരതാനുസരണേ സന്താനസമ്പാദിനി പത്യുക്കാമസുഖപ്രധാന നിപുണ ദാസി സമാകർമ്മസു. ഇന്നുകൂടെ വായിക്കാം. സൂര്യാദ്യാക്ഷയുതേ സിതാസ്ഥഭവനെ സ്വീയാഷ്ടവർഗേ തദ്യുച്ഛോൽഭൂത വനിത പ്രമാദസുസമാ ജ്ഞേയാ മനോവല്ലഭ സൽക്കർമാനുഗുണാരതാനുസരണേ സന്താനസമ്പാദിനി പത്യുകാമസുഖപ്രധാന നിപുണ ദാസി സമാകർമ്മസു. സിതാസ്ഥഭവനെ, സിതാസ്ഥഭവൻ എന്ന് വെച്ചാൽ 7 പുരുഷജാതകത്തിൽ ശുക്രാൽ 7 സ്വീയാഷ്ടവർഗെ. അപ്പോൾ ശുക്രൻ്റെ പുരുഷജാതകത്തിൽ ശുക്രൻ്റെ 7 തൻ്റെ ശുക്രൻ്റെ അഷ്ടവർഗവശാൽ സൂര്യാദ്യാക്ഷയുതേ സൂര്യാദി ഗ്രഹങ്ങളുടെ അക്ഷമുണ്ടായാൽ തദ്യാക്ഷോൽഭൂത വനിത ആ ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച ഭാര്യ ക്രമാൽ അസുസമ ക്രമമായി പ്രാണതല്യം സ്നേഹിക്കുന്നവളാണ്. മനോവല്ലഭ മനസ്സിന് ഇണങ്ങിയവളും സൽക്കർമാനുഗുണ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരയും രഥാനുസരണെ ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്നവളും സന്താനസമ്പാദിനി നല്ല സന്താനങ്ങളെ നേടുന്നവളും പത്യു കാമസുഖപ്രധാന ഭർത്താവിന് രതിസുഖം നൽകുന്നതിൽ നിപുണ സാമർഥ്യമുള്ളവളും കർമ്മസു ദാസി സമ പ്രവൃത്തിയിൽ ദാസിയെപ്പോലെ പെരുമാറുന്നവളും ജ്ഞേയ ആയിരിക്കുമെന്ന് അറിയണം. അപ്പോൾ ഇതിൽ ശുക്രൻ്റെ അഷ്ടവർഗമാണ്. പുരുഷജാതത്തിൽ ശുക്രാൽ 7 ശുക്രൻ്റെ അഷ്ടവർഗവശാൽ സൂര്യാദി ഗ്രഹങ്ങളുടെ അക്ഷമുണ്ടായത്. അപ്പോൾ ജാതകത്തിൽ ശുക്രൻ്റെ 7 ശുക്രൻ്റെ അഷ്ടവർഗം ഇടുമ്പോൾ ഗ്രഹങ്ങളുടെ ഏതേത് ഗ്രഹങ്ങളുടെ സൂര്യാദി ഗ്രഹങ്ങളുടെ അക്ഷങ്ങൾ വീണാലുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശുക്രാഷ്ടവർഗത്തിൽ ശുക്രൻ്റെ 7-ാം രാശിയിൽ സൂര്യൻ്റെ അക്ഷം വരികയും ഭാര്യയുടെ ജന്മനക്ഷത്രം സൂര്യ നക്ഷത്രങ്ങളായ കാർത്തിക, ഉത്രം, ഉത്രാട ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കുകയും ചെയ്താൽ ഭാര്യ അസുസമയായിരിക്കും. അപ്രകാരം ശുക്രൻ്റെ 7-ൽ ചന്ദ്രൻ്റെ അക്ഷം വരികയും ഭാര്യയുടെ ജന്മനക്ഷത്രം രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായിരിക്കും ചെയ്താൽ ഭാര്യ മനോവല്ലഭയായിരിക്കും. അതുപോലെ ശുക്രൻ്റെ 7-ൽ കുജൻ്റെ അക്ഷം വരികയും ഭാര്യയുടെ നക്ഷത്രം മകീര്യം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കുകയും ചെയ്താൽ ഭാര്യ സൽക്കർമാനുഗുണയും ബുധൻ്റെ അക്ഷത്തിന് ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഭാര്യ രഥാനുസരണയും വ്യാഴത്തിൻ്റെ അക്ഷത്തിന് പുണർദം, വിശാഖം, പൂരോരുട്ടാദി നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഭാര്യ സന്താനസമ്പാദിനിയുമായിരിക്കും.
ശുക്രാഷ്ടവർഗത്തിൽ ശുക്രൻ്റെ 7-ൽ ശുക്രൻ്റെ അക്ഷം വരികയും ഭാര്യ ജന്മനക്ഷത്രമായിട്ടുള്ള ഭരണി, പൂരം, പൂരാട ഇവയിലൊന്നായിരിക്കുകയും ചെയ്താൽ ഭാര്യ പത്യു കാമസുഖപ്രധാന നിപുണയായിരിക്കും. അപ്രകാരം ശനിയുടെ അക്ഷം വരികയും ഭാര്യയുടെ ജന്മനക്ഷത്രം പൂയം, അനിഴം, ഉത്രട്ടാതി ഇവയിലേതെങ്കിലും ഒന്നായിരിക്കുകയും ചെയ്താൽ ഭാര്യ കർമ്മസു ദാസീ സമമായിരിക്കും. ശുക്രാഷ്ടവർഗത്തിൽ ശുക്രന് 7-ൽ ശുക്രൻ്റെ അക്ഷം വരുന്നതല്ല. അതുകൊണ്ട് പത്യു കാമ കലാനിപുണ എന്ന ഫലത്തിന് ഇവിടെ പ്രസക്തിയില്ല. ലഗ്നാൽ 7-ൽ ശുക്രൻ്റെ അക്ഷം വരികയും ഭാര്യയുടെ ജന്മനക്ഷത്രം ഭരണി, പൂരം, പൂരാട ഇവയിലേതെങ്കിലും ഒന്നായിരിക്കുകയും ചെയ്താൽ ഈ ഫലം പറയാമെന്നും അഭിജ്ഞബന്ധം. അപ്പോൾ ശുക്രൻ്റെ 7-ൽ ശുക്രൻ്റെ അഷ്ടം വരില്ല. അതിന് പകരം ലഗ്നാൽ 7-ൽ ശുക്രൻ്റെ അഷ്ടം വന്ന് ഭാര്യയുടെ നക്ഷത്രം ഭരണി, പൂരം, പൂരാട ആയിരുന്നാൽ ഈ ഫലം പറയാം, പത്യു കാമസുഖപ്രദ നിപുണ എന്നുള്ളത്. അപ്പോൾ ശുക്രാഷ്ടവർഗത്തിൽ ശുക്രൻ്റെ 7-ൽ സൂര്യൻ മുതലുള്ള ഗ്രഹങ്ങളും അതിൻ്റെ നക്ഷത്രങ്ങളും വന്നു കഴിഞ്ഞാൽ, ഗ്രഹങ്ങളുടെ അക്ഷം വീഴുകയും ഓരോ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയുന്ന ഭാര്യയുടെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 19-ാം ശ്ലോകം കൊണ്ട് ഇന്നത്തെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.